ഇറ്റ്സ് മീ പി എ റഹ്മാൻ നദർശ്ശേരി. ഏത് മൂഡ് സെൽഫ് മൂഡുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ മൂഡിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഗതി വിലക്കുകൾ മാറി മറിയാറുണ്ട്. ഉദാഹരണം പറയുന്നത് ഹാപ്പിനെസ് മൂഡാണെങ്കിൽ ജനറേഷൻ സി അല്ല ഞാൻ പറയുന്നത്, മറ്റുള്ള ജനറേഷനുകളൊക്കെ ആണെങ്കിൽ മൂഡ് ശരിയല്ലെങ്കിൽ ആ പ്രവർത്തനത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയെ വരെ ബാധിക്കാറുണ്ട്. ഉദാഹരണം, പ്രൊഡക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഒരു ദിവസം ഒരു 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂഡ് ശരിയില്ലെങ്കിൽ ഒരു പക്ഷേ 6 7 അതേ യൂണിറ്റ് അദ്ദേഹത്തെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജനറേഷൻ സീൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ അവർ സ്പെൻഡിങ് ചെയ്യുക എന്നുള്ളതാണ്, കൺസ്യൂമർ ലെവലിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് വെതർ അവർക്ക് സന്തോഷം ഉണ്ടായിക്കോട്ടെ ദുഃഖം ഉണ്ടായിക്കോട്ടെ, അവർ ചെലവഴിക്കുക എന്നിട്ട് ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ്, റിവാർഡ് കണ്ടെത്തുക അല്ലെങ്കിൽ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരൊരു സെൽഫ് ട്രീറ്റ് മോഡിലേക്കാണ് പോകുന്നത്, സെൽഫ് ട്രീറ്റ് മോഡിലേക്ക്. എന്തിനും മുമ്പൊക്കെ നമ്മൾ എന്തിനും ബർത്ത്ഡേ ഉണ്ടായാലും കള്ളു കുടിക്കും, അസുഖം ഉണ്ടായാലും കള്ളു കുടിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ടെൻഷൻ ഉണ്ടായാലും കള്ളു കുടിക്കും. എന്തിനാ കുടിക്കണമെന്ന് വെച്ചാൽ മൂഡ് ശരിയില്ല എന്ന് പറയും. ഇതാണ് ജനറേഷൻ സീൻ മുമ്പുള്ള എല്ലാ ആളുകളും ചെയ്തിരുന്നത്. ഇപ്പോൾ വേറെ ലെവലിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു.